ലോഹക്കൂട്ടാണ്. നമ്മുടെ മെർക്കുറി ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രസം ബാക്കി കോട്ട് ചെയ്യുമ്പോഴാണ് ഗ്ലാസിന്റെ പിറകിൽ മെർക്കുറി കോട്ടിംഗ് ആണ്. ഇതെന്ന് വെച്ചാൽ ലോഹക്കൂട്ടാണ്. ഒരു പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിലാണ്. ഇത് ചെമ്പും വെളുത്തിയും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വെള്ളോടാണ്. ചെമ്പും വെളുത്തിയും കോപ്പർ ആൻഡ് ടിന്ന്. ഈ അലോയിയെ നമ്മൾ പ്രത്യേകം മോൾഡ് ഉണ്ടാക്കി അതിനകത്ത് ഉരുക്കി ഒഴിച്ച് അതിനെ ഷീറ്റ് ആക്കിയിട്ട് പല ആവർത്തി പല പ്രതലങ്ങളിൽ റബ്ബ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫിനിഷിങ്ങിലോട്ട് വരുന്നത്. അതെ. പിന്നെ സാധാ മിററുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഒറിജിനൽ ആണോ നമുക്കൊരു ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ അത് എളുപ്പം കണ്ടുപിടിക്കാം. സാധാ മിറർ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് ടച്ച് ആകത്തില്ല, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണിക്കും. അതായത് മെറ്റൽ മിറർ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയിന്റ് ടച്ച് ആകും. അതിനിടയിലുള്ള സ്പേസ് ഗ്യാപ്പ് ഉണ്ടാവില്ല, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് സാധാ മിററിലാവുമ്പോൾ ഏകദേശം ഒരു 3 mm ഗ്യാപ്പ് കാണുന്നുണ്ട് ആ ഗ്ലാസിന്റെ കനം. അതെ.